പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട മിഷൻ 2031 നയരേഖ മന്ത്രി ഒ.ആർ. കേളു അവതരിപ്പിച്ചു. അടിസ്ഥാന സൗകര്യ വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ 6 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് വികസന കാഴ്ചപ്പാട് അവതരിപ്പിച്ചത്. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിന് സ്ഥിരമായ ഉപജീവനം, ഗുണമേന്മയുള്ള ജീവിതം, സമഗ്ര സാമൂഹ്യ പുരോഗതി എന്നിവ കൈവരിക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ കരട് നയരേഖ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ആർ. കേളു അവതരിപ്പിച്ചു. അടിസ്ഥാന സൗകര്യ വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം, സാംസ്കാരികം, ഉപജീവനം, തൊഴിലും നൈപുണ്യ വികസനവും, നിയമപരിരക്ഷ, ഭരണനിർവഹണം തുടങ്ങി 6 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് വികസന കാഴ്ചപ്പാട് അവതരിപ്പിച്ചത്. അടിസ്ഥാന ജനവിഭാഗത്തിന്റെ 1ാം തലമുറ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ച് വികസനത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് എത്തിച്ചേരുകയാണ് ലക്ഷ്യം. ഭൂമിയും വീടും ഉറപ്പുവരുത്തി മികച്ച പശ്ചാത്തല സൗകര്യങ്ങളോടെ 2031 അടിസ്ഥാന സൗകര്യ വികസനം പൂർത്തിയാക്കുകയാണ് പ്രധാന ലക്ഷ്യം. വിവിധ കർമ്മ പദ്ധതികളുടെ സംയോജനത്തിലൂടെ ഉന്നതികളുടെയും നഗരങ്ങളുടെയും മുഖച്ഛായ മാറ്റുന്നതിനായി പ്രത്യേക പദ്ധതികൾക്കൊപ്പം ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യും. അതിദുർബല ജനവിഭാഗങ്ങൾക്കായി പ്രത്യേക പദ്ധതി തയ്യാറാക്കും. കുട്ടികളുടെ അവകാശമായ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കി വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ സ്കൂളുകളിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് പൂർണ്ണമായും ഇല്ലാതാക്കും. വിദ്യാഭ്യാസത്തിലൂടെ ലഭ്യമാകുന്ന സാമൂഹ്യ ഉന്നതിയെക്കുറിച്ച് രക്ഷാകർത്താക്കളെ ബോധവൽക്കരിക്കുമെന്നും നയരേഖയിൽ പറയുന്നുണ്ട്. പരിഹാര ബോധന പ്രവർത്തനങ്ങൾ, വ്യക്തിത്വ വികസനം, കരിയർ സാധ്യതാ പരിശീലനം, ഫിനിഷിംഗ് സ്കൂളുകൾ, ഇൻസ്പയർ പ്രോഗ്രാമുകൾ, സാമൂഹ്യ പഠനമുറികൾ എന്നിവയുടെ മികച്ച സംവിധാനം വിദ്യാഭ്യാസ മേഖലയിൽ ലക്ഷ്യമിടുന്നുണ്ട്. പട്ടികവർഗ വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ദേശീയ തലത്തിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി കോൺക്ലേവ് സംഘടിപ്പിച്ച് ഗോത്രമേഖലയിൽ നടപ്പിലാക്കുന്ന വികസന പദ്ധതികളുടെ അന്തിമ രൂപരേഖ തയ്യാറാക്കുമെന്ന് മന്ത്രി ഒ.ആർ. കേളു പറഞ്ഞു. മാനന്തവാടിയിൽ നടന്ന വിഷൻ 2031 സംസ്ഥാനതല സെമിനാറിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇക്കാലം അത്രയും കൊണ്ട് നമ്മൾ നിരവധി പദ്ധതികളാണ് നമ്മുടെ ഈ വിഭാഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ നടപ്പാക്കിയിട്ടുള്ളത്. ഒരുപാട് ഡോക്ടർമാരുണ്ടായി, ഒരുപാട് എഞ്ചിനീയർമാരുണ്ടായി, ഒരുപാട് അധ്യാപകരുണ്ടായി. സർക്കാർ സർവീസിൽ തന്നെ നമ്മൾ നല്ലൊരു ശതമാനം ആൾക്കാർ ഇന്ന് വന്നു കഴിഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാന ആസൂത്രണ ബോർഡും തദ്ദേശ ഭരണ വകുപ്പും സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ കൂടിച്ചേർന്നുകൊണ്ട് ഈ വന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ചർച്ചയും ക്രോഡീകരണവും നടത്തും. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും സഹകരണത്തോടെ വിഷൻ 2031 രൂപീകരിച്ച ആശയങ്ങൾ ചർച്ച ചെയ്ത് ക്രോഡീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരും പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പും നിരവധി വികസന പദ്ധതികളാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. ഗോത്രമേഖലയിലുള്ളവർ ചൂഷണത്തിന് വിധേയരാവുന്ന സാഹചര്യമുള്ളതിനാൽ ഓരോരുത്തരും സ്വയം വിമർശനമായി കണ്ട് അക്കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, വയനാട്.